സവന്യ മിസ് ആണ്. അപ്പൊ മിസ് എന്ന് വന്നേക്കുന്നത് നിങ്ങൾക്ക് ക്ലാസ് 8 ബേസിക് സയൻസിൽ, അതായത് ബയോളജിയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ഓണം എക്സാമിന് പഠിക്കാനുള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് 2 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് അല്ലേ. ചാപ്റ്റർ ഫസ്റ്റും ചാപ്റ്റർ സെക്കൻഡും ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ ചാപ്റ്റർ സെക്കൻഡ് നമ്മൾ 20 മിനിറ്റ് കൊണ്ട് സെറ്റ് ആക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ ഈ ഒരു വീഡിയോ മാക്സിമം 10 മിനിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, ഈ ചാപ്റ്ററിന്റെ പകുതി നമ്മൾ ഇന്ന് 10 മിനിറ്റ് കൊണ്ട് സെറ്റ് ആക്കാൻ പോവാണ്. അടുത്ത 10 മിനിറ്റിൽ അടുത്ത പാർട്ട് 2 എന്ത് ചെയ്യും, അടുത്തൊരു വീഡിയോയിൽ മിസ് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലാസ്റ്റ് സെറ്റ് എന്ന് കമന്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാർട്ട് 2 വേഗം തന്നെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്കറിയാം, നമുക്ക് 2 തിയറീസ് ആണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് അല്ലേ. അതായത് തിയറീസ് ഓൺ ദി ഒറിജിൻ ഓഫ് ലൈഫ്, അതായത് ജീവന്റെ ആവിർഭാവവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ. 2 തിയറിയാണ്. ഒന്നാമത്തത് പാൻസ്പെർമിയാസ് തിയറി, അതായത് പാൻസ്പെർമിയ സിദ്ധാന്തം. രണ്ടാമത്തത് എന്താണ്, കെമിക്കൽ ഇവല്യൂഷൻ തിയറി, അതായത് രാസപരിണാമ സിദ്ധാന്തം അല്ലെ. 2 തിയറിയാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഇനി നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് പാൻസ്പെർമിയ സിദ്ധാന്തം, എന്താണ് പാൻസ്പെർമിയ തിയറി, അതുപോലെ തന്നെ എന്താണ് കെമിക്കൽ ഇവല്യൂഷൻ തിയറി, എന്താണ് രാസപരിണാമ സിദ്ധാന്തം എന്നാണ്. അപ്പൊ ആദ്യം മിസ് പറയുന്നത് കേൾക്കുക. പാൻസ്പെർമിയ തിയറി എന്ന് പറഞ്ഞാല് നമ്മളെ ജീവൻ ഉണ്ടായത് ഈ ഗ്രഹത്തിലല്ല, മറ്റേതോ ഗ്രഹത്തിൽ ഉണ്ടായിട്ട് അതെന്താ രേണുക്കളായിട്ടോ അല്ലെങ്കിൽ സൂക്ഷ്മ ജീവികളായിട്ടോ അല്ലെങ്കിൽ ഉൽക്ക പൊട്ടി വരിക എന്നൊക്കെ കേട്ടില്ലേ, അതുപോലെ ബൈ ആക്സിഡന്റലി നമ്മളെ ഗ്രഹത്തിൽ വന്നതാണ് എന്നാണ് പാൻസ്പെർമിയ തിയറി പറയുന്നത്. അപ്പൊ എന്ത് ചെയ്തു, കുറെ സയന്റിസ്റ്റുകളൊക്കെ എന്ത് ചെയ്തു, ഇതിനുള്ള തെളിവെടുക്കാൻ പോയി. അപ്പൊ എന്താണ്, കുറെ അധികം പ്രൂഫ് ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിനെ മൈൻഡേ ചെയ്യുന്നില്ല. അപ്പൊ രണ്ടാമത്തെ ആളാണ് കെമിക്കൽ ഇവല്യൂഷൻ തിയറി, അല്ലെങ്കിൽ എന്താണ് രാസപരിണാമ സിദ്ധാന്തം. ഈ രാസപരിണാമ സിദ്ധാന്തത്തിൽ എന്താ പറയുന്നത് നിങ്ങൾക്കറിയോ, അതായത് ജീവൻ എങ്ങനെ ഉണ്ടായി, നമ്മളെ സമുദ്രത്തില് കുറെ അധികം കെമിക്കൽസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ കെമിക്കൽസ് ഒക്കെ കൂടി ചേർന്നിട്ട് കുറെ അധികം മാറ്റങ്ങൾ വന്നിട്ടാണ് ജീവൻ ഉണ്ടായതെന്നാണ് രാസപരിണാമ സിദ്ധാന്തം അല്ലെങ്കിൽ കെമിക്കൽ ഇവല്യൂഷൻ തിയറി പറയുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ കുറെ അധികം സയന്റിസ്റ്റുകളൊക്കെ എന്ത് ചെയ്തു, ഇതിന്റെ പുറകെ പോയി. അപ്പൊ ഇതിന് കുറെ തെളിവുകൾ കിട്ടി, കുറെ പ്രൂഫ് ഒക്കെ കിട്ടി. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു, നമ്മൾ കെമിക്കൽ ഇവല്യൂഷൻ തിയറി ആണ് സത്യം, അല്ലെങ്കിൽ ഇതാണ് എന്ത് കാര്യമായിട്ട് എടുക്കേണ്ടതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്കറിയാം എന്താ, കെമിക്കൽ ഇവല്യൂഷൻ തിയറി അല്ലെങ്കിൽ രാസപരിണാമ സിദ്ധാന്ത പ്രകാരം ജീവൻ ഉണ്ടായി. അപ്പൊ ജീവൻ ഉണ്ടാവണമെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ വേണ്ടേ അല്ലെ, അതായത് നല്ലൊരു എന്ത് വേണം, അന്തരീക്ഷം വേണ്ടേ. അപ്പം അങ്ങനെയുള്ള അന്തരീക്ഷത്തിനുള്ള ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നായിരിക്കും സെക്കൻഡ് ക്വസ്റ്റ്യൻ വരിക. ഫസ്റ്റ് നിങ്ങൾ പഠിക്കാനുള്ള നല്ല ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു, അതായത് ഉന്നത താപനില ഉണ്ടായിരുന്നു. ദെൻ എന്താ, ഹൈഡ്രജൻ, മീഥേൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, അമോണിയ, വാട്ടർ വേപ്പർ, ഇതൊക്കെ എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ഇനിയോ സ്വതന്ത്ര ഓക്സിജൻ ഇല്ല, അതായത് ഫ്രീ ആയിട്ടുള്ള ഓക്സിജൻ അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെയോ കുറേ അധികം മഴ കിട്ടി, അതായത് നീരാവി ഘനീഭവിച്ച് ഏറെ കാലം നീണ്ടു നിന്ന മഴയും സമുദ്ര രൂപീകരണവും ഉണ്ടായി, കുറേ അധികം മഴ കിട്ടി. പിന്നെ എന്താണ്, ഓഷൻ ഫോംഡ് ബൈ ഡിസോൾവിങ് വേരിയസ് സബ്സ്റ്റൻസ്, അതായത് കുറേ അധികം സബ്സ്റ്റൻസ് കൂടി ചേർന്നിട്ടല്ലേ അത് ലയിച്ചിട്ട് എന്താണ്, നമ്മുടെ സമുദ്രജലം, അത് വിവിധ പദാർത്ഥങ്ങൾ ലയിച്ചു ചേർന്ന സമുദ്രജലവും ഉണ്ടായി. ഇതാണ് നല്ല കുറച്ച് അറ്റ്മോസ്ഫിയർ, അതായത് കെമിക്കൽ ഇവല്യൂഷൻ തിയറിന്റെ ഭാഗമായിട്ട് ജീവൻ ഉണ്ടായി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ജീവൻ ഉണ്ടാവണമെങ്കിൽ നല്ല കുറച്ച് അറ്റ്മോസ്ഫിയർ, നല്ല കുറച്ച് അന്തരീക്ഷം വേണം. ആ അന്തരീക്ഷത്തിന്റെ പ്രത്യേകതകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നിങ്ങൾ പഠിക്കാനുള്ളത്, ആ പണ്ട് കാലത്ത് കുറച്ചധികം ഊർജ്ജ സ്രോതസ്സുകൾ ഉണ്ടായിരുന്നു, അതായത് സോഴ്സ് ഓഫ് എനർജി ഏതൊക്കെയാണ്, സൺലൈറ്റ്, ലൈറ്റ്നിങ് ഇടിമിന്നൽ, അൾട്രാ വയലറ്റ് റേസ്, ദെൻ അതുപോലെ തന്നെ വോൾക്കാനിക് ഇറപ്ഷൻസ് എന്തൊക്കെയാണ്, സൂര്യപ്രകാശം, ഇടിമിന്നൽ, അൾട്രാ വയലറ്റ് കിരണങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ഇതൊക്കെയായിരുന്നു എന്ത്, സോഴ്സസ് ഓഫ് എനർജി അല്ലെങ്കിൽ ഊർജ്ജ സ്രോതസ്. ഇനി നിങ്ങൾ പഠിക്കാനുള്ളത് ഒരു ചാർട്ടാണ്. ഈ ചാർട്ട് എന്ന് പറഞ്ഞാൽ 4 മാത്രമേ ഉള്ളൂ അല്ലെ. ഇതിന്റെ കുറച്ചും കൂടെയുള്ള വലിയ ചാർട്ട് നിങ്ങൾക്ക് പാർട്ട് 2 കാണാം. അപ്പൊ ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല, ഇപ്പൊ നിങ്ങൾ ഈ ചാർട്ട് പഠിക്കാം. അതായത് ഫസ്റ്റ് എന്തായി, ലഘു ജൈവ കണങ്ങൾ രൂപപ്പെട്ടു. എന്താണ് ലഘു ജൈവ കണങ്ങൾ എന്ത് ചെയ്തു, നമ്മളെ സമുദ്രത്തിൽ രൂപപ്പെട്ടു, അതായത് കടലിൽ സമുദ്രത്തിൽ രൂപപ്പെട്ടു, അതായത് സിമ്പിൾ ബയോമോളിക്യൂൾസ് രൂപപ്പെട്ടു. അപ്പൊ സിമ്പിള് രൂപപ്പെടുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ കുറച്ചും കൂടി വലുത് രൂപപ്പെടൂലേ, സിമ്പിൾ ബയോമോളിക്യൂൾസ് രൂപപ്പെട്ടു. എന്താണ്, അത് കോംപ്ലക്സ് ബയോമോളിക്യൂൾസ് പിന്നത്തെ സ്റ്റെപ്പിൽ രൂപപ്പെട്ടു, അതായത് എന്താ സങ്കീർണ ജൈവ കണങ്ങൾ എന്ത് ചെയ്തു, രൂപപ്പെട്ടു. പിന്നെ അവിടെ എന്തായി, ന്യൂക്ലിക് ആസിഡ് എന്ന സങ്കീർണ തന്മാത്രയും കൊഴുപ്പാവരണം
ആവരണവും രൂപപ്പെട്ടു, ന്യൂക്ലിക് ആസിഡും രൂപപ്പെട്ടു, അതുപോലെ തന്നെ ലിപ്പിഡ് ഷീത്തും രൂപപ്പെട്ടു. ഓക്കെ, ആദ്യം സിമ്പിൾ ബയോമോളിക്യൂൾസ് ആയിരുന്നു, പിന്നെ ഇത് കോംപ്ലക്സ് ബയോമോളിക്യൂൾസ് ആയി, പിന്നെന്താ ന്യൂക്ലിക് ആസിഡും അതിൻ്റെ കൂടെ ലിപ്പിഡ് ഷീത്തും രൂപപ്പെട്ടു. ലാസ്റ്റ് പണ്ടടങ്ങാനായിട്ട് ആര് രൂപപ്പെട്ടു? പ്രിമിറ്റീവ് സെൽ അല്ലെങ്കിൽ ആദിമ കോശം രൂപപ്പെട്ടു. ഇനി ഈ ആദിമ കോശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണ് ആ പ്രത്യേകത നിങ്ങളോട് ചോദിക്കും. ഈ ആദിമ കോശത്തിന് ഒരു കഴിവുണ്ട്. ഒന്നുണ്ടെങ്കിൽ 2 ആവാനും, 2 ഉണ്ടെങ്കിൽ 4 ആവാനും, 4 ഉണ്ടെങ്കിൽ 8 ആവാനും, 8 ഉണ്ടെങ്കിൽ 16 ആവാനും. അതായത് ഡബിൾ ആവാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ എന്താ ഇരട്ടിക്കാനുള്ള കഴിവുണ്ട് ആർക്ക്? ആദിമ കോശത്തിന്. അപ്പൊ ഈ ചാർട്ട് പഠിച്ചു നോക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം ലഘു ജൈവകണങ്ങൾ ബയോമോളിക്യൂൾസ്, സിമ്പിൾ ബയോമോളിക്യൂൾസ്, ദെൻ സങ്കീർണ ജൈവകണങ്ങൾ, അതായത് എന്താണ് ഇത് കോംപ്ലക്സ് ബയോമോളിക്യൂൾസ്, പിന്നെ ന്യൂക്ലിക് ആസിഡും ലിപ്പിഡ് ഷീറ്റും, ന്യൂക്ലിക് ആസിഡും കൊഴുപ്പാവരണവും, പിന്നെ പ്രിമിറ്റീവ് സെൽ അല്ലെങ്കിൽ ആദിമ കോശമുണ്ടായി. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി പഠിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ 2 ആൾക്കാരെ പറ്റി ആദ്യം പഠിക്കാം. മെയിൻ ആയിട്ടുള്ള 2 ആൾക്കാർ കേട്ടോ. ആരൊക്കെയാ? യെസ്, ഹറോൾഡ് യുറേയും സ്റ്റാൻലി മില്ലറും. നിങ്ങൾ സ്നേഹത്തോടെ യുറേ മില്ലർ എന്ന് വിളിച്ചാൽ മതി. ഇവർ 2 ആളും കണ്ടുപിടിച്ച ഒരു സാധനമുണ്ട്. എന്താണ്? അമിനോ ആസിഡ്. നിങ്ങൾക്ക് പരീക്ഷണങ്ങളൊക്കെ അറിയായിരിക്കും, സ്കൂളിൽ എടുത്തിട്ടുണ്ടാകും. ഇത്ര മാത്രം ഇപ്പം മനസ്സിലാക്കുക. ഇവർ 2 ആളും എന്ത് കണ്ടെത്തി? അമിനോ ആസിഡ്സിനെ കണ്ടെത്തി. എന്ത് കണ്ടെത്തി? അമിനോ ആസിഡ്സ്. ജസ്റ്റ് ഇത് വായിച്ചു നോക്കിക്കോ. ജീവന്റെ ഉത്ഭവത്തിനു കാരണമായ നിർമ്മാണ ഘടകങ്ങൾ ലളിതമായ വാദങ്ങളിൽ നിന്ന് രൂപപ്പെടുമെന്ന് തെളിയിച്ചു. അതായത് ആ ഒരു പരീക്ഷണം പറയുന്ന സമയത്ത് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. യുറേയും മില്ലറും അമിനോ ആസിഡിനെ കണ്ടെത്തി. അപ്പോഴാണ് 2ാമത്തെ ആൾ വരുന്നത്, ഫോക്സ് അല്ലെ, അതായത് സിഡ്നി ഫോക്സ് അല്ലെ. ഇയാൾ എന്താ കണ്ടെത്തിയെന്ന് അറിയോ? നിങ്ങൾക്ക് പ്രോട്ടീൻ അറിയില്ലേ? ഈ പ്രോട്ടീന് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് പ്രോട്ടീന് സിമിലർ ആയിട്ടുള്ള മോളിക്യൂളിനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പ്രോട്ടീന് എന്താ സമാനമായിട്ടുള്ള ഒരു തന്മാത്രനെ ഉണ്ടാക്കാൻ, നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ആളാണ് നമ്മളെ ഫോക്സ്. അപ്പൊ നിങ്ങൾ എന്താ പറയുക മനസ്സിലാക്കണം? ഫോക്സ് പ്രോട്ടീൻ, ഫോക്സ് പ്രോട്ടീൻ. അപ്പൊ യുറേ മില്ലർ എന്തായിരുന്നു? അമിനോ ആസിഡ് ആയിരുന്നു. ഫോക്സ് എന്താണ്? പ്രോട്ടീൻ ആണ്. ഇനി 3ാമത്തെ ഒരാളുണ്ട്, അതായത് ജോവാൻ. ഈ ജോവാൻ എന്താ കണ്ടെത്തിയെന്നറിയോ? ഒന്ന് വായിച്ചു നോക്കിക്കോ. ന്യൂക്ലിക് ആസിഡുകളുടെ പ്രധാന നിർമ്മാണ ഘടകങ്ങളിൽ ഒന്നായ അഡിനിൻ എന്ന നൈട്രജൻ ബേസ് കൃത്രിമമായി നിർമ്മിച്ചു. അതായത് ന്യൂക്ലിക് ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചധികം നൈട്രജൻ ബേസസ് വേണം. 10ാം ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയത്ത് അഡിനിൻ, തൈമിൻ, ഗ്വാണിൻ, സൈറ്റോസിൻ ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിലുള്ള ഒരാളാണ് അഡിനിൻ. ന്യൂക്ലിക് ആസിഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആര് വേണം? അഡിനിൻ വേണം. അപ്പൊ ഈ അഡിനിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്ന് ആര് പറഞ്ഞു? ജോവാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഓർമ്മിക്കുക. അതായത് യുറേയും മില്ലറും എന്ത് പറഞ്ഞു? അമിനോ ആസിഡിനെ കണ്ടെത്തി. അടുത്തത് ഫോക്സ് എന്ത് കണ്ടെത്തി? പ്രോട്ടീനുകൾ അല്ലേ, പ്രോട്ടീനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു. അടുത്തത് ജോവാൻ എന്ത് പറഞ്ഞു? നൈട്രജൻ ബേസായ അഡിനിൻ അല്ലെ, അഡിനിൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ മാത്രം ഇപ്പം പഠിച്ചാൽ മതി. അടുത്തൊരു വീഡിയോ മുതൽ നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് മുതലായിരിക്കും പഠിക്കുന്നുണ്ടാവുക. ആ ഒരു വീഡിയോ കൊണ്ട് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എക്സാമിന് വരാൻ പോകുന്ന എല്ലാ ടോപ്പിക്സും മിസ് കവർ ചെയ്ത് തരും. ഈ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് യൂട്യൂബ് അല്ലേ. കുറച്ചിട്ട് ഇനിയിപ്പം കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ കാണാം. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യം വളരെ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ സെറ്റ് എന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ മിസ് എന്ത് ചെയ്യും? യെസ്, ഇതിൻ്റെ പാർട്ട് 2 നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം 2ാമത്തെ ചാപ്റ്ററിനെ പറ്റി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എക്സാമിന് വരാൻ പോകുന്ന എല്ലാ ടോപ്പിക്സും ഇപ്പം തന്നെ മിസ് പകുതിയോളം കവർ ചെയ്തിട്ടുണ്ട് 10 മിനിറ്റ് കൊണ്ട്. അടുത്ത 10 മിനിറ്റിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളെ കൈ തരും കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ട കാര്യമാണ്. ജൂലൈ 10-നാണ് നമ്മളെ സൂപ്പർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യെസ്, ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സൂപ്പർ ബാച്ചിന്റെ ലിങ്ക് നമ്മളെ കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഡീറ്റെയിൽസ് കൊടുക്കുക, ദെൻ സബ്മിറ്റ് കൊടുക്കുക. വെറും 3799 രൂപക്കാണ് നമ്മൾ സൂപ്പർ ബാച്ച് കിട്ടുന്നത് കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. അതുപോലെ മറക്കണ്ട, വീഡിയോ സെറ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സെറ്റ് എന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.